Hello students, ഫസ്റ്റ് മൊഡ്യൂളിലെ ഒന്നാമത്തെ മൊഡ്യൂള് കാസ്റ്റിംഗ് ആയിരുന്നല്ലോ. കാസ്റ്റിംഗ് പ്രോസസ്സ് എന്ന ഈ മൊഡ്യൂളിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 മാർക്ക്, 6 മാർക്ക്, 9 മാർക്ക് ഇങ്ങനെയുള്ള ഈ മാർക്കിനൊക്കെ വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസാണ് ഈ പാർട്ടിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ എക്സാമിന് 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ടാവും. പാർട്ട് എയില് 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ടാവും. പാർട്ട് ബിയിൽ 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ടാവും. പാർട്ട് സിയിൽ 9 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഓരോ 2 മാർക്കിന് ചോദിച്ചാൽ എങ്ങനെ എഴുതണം, 6 മാർക്കിന് ചോദിച്ചാൽ എങ്ങനെ എഴുതണം, 9 മാർക്കിന് ചോദിച്ചാൽ എങ്ങനെ എഴുതണം എന്നുള്ള കാര്യങ്ങളാണ് ഈ പാർട്ടിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ കുറച്ച് മോഡൽ ക്വസ്റ്റ്യൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഒന്നാമത്തെ മൊഡ്യൂളിൽ. അപ്പോൾ നോക്കാം. 2 മാർക്ക് ക്വസ്റ്റ്യൻ, 2 മാർക്ക് ക്വസ്റ്റ്യനാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിലൊരു 11 ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് മെൻ ബൈ പാറ്റേൺ? പാറ്റേൺ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്നാണ് ഒന്നാമത്തെ ചോദ്യം. അപ്പോൾ ഇത് 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആകുമ്പോൾ ഒരു 2-3 ലൈൻ പോയിൻ്റുകൾ അല്ലെങ്കിൽ ലൈന് സെൻറ്റൻസ് മാത്രം എഴുതിയാൽ മതി 2 മാർക്കിനൊക്കെ ഉള്ള. അപ്പോൾ എന്താണ് പാറ്റേൺ? അത് എത്രയാണോ ഉള്ളത് അതിനനുസരിച്ച് തന്നെ. ചിലപ്പോൾ 1 വരി ഉണ്ടാവുള്ളൂ, ചിലപ്പോൾ 2 വരി ഉണ്ടാവും, ചിലപ്പോൾ 3 സെൻറ്റൻസ് ഉണ്ടാവും. എത്ര ആണെങ്കിലും അതുള്ളത് ഫുള്ളായിട്ട് എഴുതാം. ഓക്കെ, പാറ്റേൺ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു പാറ്റേൺ? ഇപ്പോൾ നിങ്ങൾക്ക് തന്ന മൊഡ്യൂൾ 1ൻ്റെ PDF ആണിത്. ആ PDF ഇവിടെ കൊടുത്തിട്ടുണ്ട്. തുടക്കത്തിൽ ഓരോന്നിൻ്റെ ഡെഫിനിഷൻസൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിലിവിടെ എഴുതിയിട്ടുണ്ട് പാറ്റേൺ ഉണ്ടല്ലേ. പാറ്റേൺ, ഇറ്റ് ഈസ് ദ മോഡൽ ഓഫ് ദ റിക്വയർഡ് ഷേപ്പ് ടു ബി പ്രൊഡ്യൂസ്ഡ്. അതാണ് പാറ്റേണിൻ്റെ ഡെഫിനിഷൻ. അല്ലാന്നുണ്ടെങ്കിൽ റെപ്ലിക്ക, ഇറ്റ് ഈസ് ദ റെപ്ലിക്ക പറഞ്ഞാൽ മോഡലാണ്. ഇറ്റ് ഈസ് ദ റെപ്ലിക്ക ഓഫ് ദ മോഡൽ, റെപ്ലിക്ക ഓഫ് ദ പ്രോഡക്റ്റ് ടു ബി പ്രൊഡ്യൂസ്ഡ്, അങ്ങനെ എഴുതണം. അല്ലെങ്കിൽ ഈ ഡെഫിനിഷൻ എഴുതിയാലും മതി. ഓക്കെ, അപ്പോൾ അതാണ് 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യനിൽ ശ്രദ്ധിക്കേണ്ട കാര്യം. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഡിഫൈൻ കാസ്റ്റിംഗ് പ്രോസസ്സ്. കാസ്റ്റിംഗ് പ്രോസസ്സ് എന്താണെന്നാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യന്. അതും നിങ്ങൾക്ക് മൊഡ്യൂളിൽ കാണാൻ പറ്റും. ഇവിടെ കൊടുത്തിട്ടുണ്ട് കാസ്റ്റിംഗ് പ്രോസസ്സിൻ്റെ ഡെഫിനിഷൻ. ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് പ്രൊഡ്യൂസിങ് metal parts by pouring molten metal into the mold cavity of the required shape and allowing the metal to solidify. ഒരു മെറ്റൽ ക്യാവിറ്റിയിലോട്ട് നമുക്ക് വേണ്ട ഷേപ്പിലുള്ള ഒരു ക്യാവിറ്റി ഉണ്ടാക്കിയെടുത്തിട്ട് അതിലോട്ട് മോൾട്ടൺ മെറ്റൽ ഉരുക്കി ഒഴിച്ചതിന് ശേഷം അത് സോളിഡായി മാറുക. എന്നിട്ട് അത് സാൻഡ് പൊട്ടിച്ചെടുക്കുന്ന ഒരു പ്രോസസ്സാണ് എന്ത് കാസ്റ്റിംഗ് എന്നുള്ളത്. ഈ കാര്യങ്ങളൊക്കെ വിശദമായിട്ട് നിങ്ങൾ ഓരോ പാർട്ടിലും യൂട്യൂബിലുള്ള ഇതിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കൃത്യമായിട്ട് കാണാം കേട്ടോ. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇതൊക്കെ 2 മാർക്കുള്ള ക്വസ്റ്റ്യൻസ് ആണ്. വളരെ ബ്രീഫായിട്ട് മാത്രം നിങ്ങൾ എഴുതിയാൽ മതി. ഓക്കെ, അത് ക്വസ്റ്റ്യൻ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ലിസ്റ്റ് ദ മെറ്റീരിയൽസ് യൂസ്ഡ് ഫോർ പാറ്റേൺ മേക്കിംഗ്. പാറ്റേൺ മേക്കിങ്ങിന് ഉപയോഗിക്കുന്ന മെറ്റീരിയലുകൾ ഏതൊക്കെയാണെന്ന് ഒക്കെ ഉണ്ട്. അതിൽ മൊഡ്യൂളിൽ കൊടുത്തിട്ടുണ്ട്. പാറ്റേൺ മെറ്റീരിയൽസ് എന്ന് പറഞ്ഞ ഭാഗത്ത് വുഡ് അല്ലേ, മെറ്റല്, പിന്നെ വാക്സ്,
പിന്നെ പ്ലാസ്റ്റർ ഓഫ് പാരീസ് തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ അതിൽ ആ മൊഡ്യൂളിൽ കൊടുത്തിട്ടുണ്ട്. ഒക്കെ ഇപ്പോൾ എന്താണ് ലിസ്റ്റ് ചെയ്യാനാണ് പറഞ്ഞത്. ലിസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ജസ്റ്റ് പോയിൻ്റ് ആക്കിയിട്ട് വുഡ്, മെറ്റൽ അങ്ങനെ ഓരോന്ന് ലിസ്റ്റ് ഉണ്ടാക്കുക എന്നാണ് ഉദ്ദേശിച്ചുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, ലിസ്റ്റ് ദ അഡ്വാൻറ്റേജസ് ഓഫ് മെറ്റൽ പാറ്റേൺ ഓവർ വുഡ് പാറ്റേൺ. മെറ്റൽ പാറ്റേണും വുഡ് പാറ്റേണിനെ സംബന്ധിച്ചിടത്തോളം മെറ്റലിൻ്റെ പാറ്റേണിനുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്നാണ് അടുത്ത ചോദ്യം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിൽ പാറ്റേണിൻ്റെ മെറ്റീരിയൽ, ഡിഫറെൻറ്റ് പാറ്റേൺ മെറ്റീരിയൽസ് എന്ന് പറഞ്ഞ ഭാഗത്ത് അത് വിശദമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ കൊടുത്തിട്ടുണ്ട് ഉണ്ടാവും. പാറ്റേണിൻ്റെ മെറ്റീരിയൽ എന്ന് പറഞ്ഞ പാറ്റേൺ മെറ്റീരിയൽസ് എന്ന് പറഞ്ഞ ഭാഗമാണ് ഇവിടെ. ആ പാറ്റേൺ മെറ്റീരിയൽസ് എന്ന് പറഞ്ഞ ഭാഗത്ത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓരോന്നിൻ്റെ അഡ്വാൻറ്റേജ്, വുഡിൻ്റെ അഡ്വാൻറ്റേജ് എന്താണ്, മെറ്റലിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ, അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും എന്താണ്, വുഡിൻ്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും എന്താണ്, അതുപോലെ പ്ലാസ്റ്റിക് തുടങ്ങിയ അതിൻ്റെയൊക്കെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കണം. അപ്പോൾ ഒന്നിനെ സംബന്ധിച്ചിടത്തോളം മറ്റിൻ്റെ എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതേപോലെ അടുത്ത ക്വസ്റ്റ്യനാണ്, ലിസ്റ്റ് ദ അഡ്വാൻറ്റേജ് ഓഫ് വുഡ് പാറ്റേൺ ഓവർ മെറ്റൽ. മെറ്റലിനെ അപ്പോൾ മെറ്റൽ പാറ്റേണിനെ വെച്ച് നോക്കുമ്പോൾ വുഡിൻ്റെ അഡ്വാൻറ്റേജ് എന്താണ്, അതൊക്കെ ആ അഡ്വാൻറ്റേജും എഴുതിയാൽ മതി. ഓക്കെ, ഓരോന്നിൻ്റെ അഡ്വാൻറ്റേജ് അതിൽ കൊടുത്തിട്ടുണ്ട്, അത് എടുത്ത് എഴുതിയാൽ മതി. അത് പഠിച്ചതിന് ശേഷം എഴുതുക. ഓക്കെ, അപ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചതാണത്. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ, ആറാമത്തെ ക്വസ്റ്റ്യൻ, ഡിഫൈൻ പാറ്റേൺ അലവൻസ്. പാറ്റേൺ അലവൻസ് എന്താണ് എന്നുള്ള കാര്യങ്ങൾ എന്താണെന്ന് ഡിഫൈൻ ചെയ്യാനാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അത് പാറ്റേൺ അലവൻസ് കുറേ അലവൻസുകളുണ്ട്, അതൊന്നും എഴുതേണ്ട ആവശ്യമില്ല. ഇവിടെ 2 മാർക്കിനാണ് ചോദിച്ചിട്ടുള്ളത്. 2 മാർക്കിന് ചോദിച്ചത് കൊണ്ട് തന്നെ എന്താണ് പാറ്റേൺ അലവൻസ് എന്നുള്ള കാര്യം മാത്രം ഇതിൽ എഴുതിയാൽ മതി. അപ്പോൾ അത് ആ മൊഡ്യൂളിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും. പാറ്റേൺ എന്നുള്ള ഭാഗത്ത് ഇവിടെ കാണാം. ഇവിടെ പാറ്റേൺ അലവൻസ് പറഞ്ഞൊരു ഭാഗമുണ്ട് ആ മൊഡ്യൂളിൽ. ഇത് കൊടുത്തിട്ടുണ്ട്, പാറ്റേൺ അലവൻസ് ഈസ് പ്രൊവൈഡഡ് ടു അവോയ്ഡ് ദ മെറ്റൽ ഡിസ്റ്റോർഷൻ ഫോർ ഈസി വിത്ഡ്രാവൽ ഓഫ് പാറ്റേൺ ഫ്രം മോൾഡ്. അപ്പോൾ പാറ്റേൺ അലവൻസ് പറഞ്ഞാൽ ഈ ഒരു 3 പോയിൻ്റ് എഴുതിയാൽ മതി. ഈ ഒരു 3 പോയിൻ്റ് എഴുതി കൊടുക്കുക. അലവൻസ് കൊടുക്കുന്നത് ചില അഡ്ജസ്റ്റ്മെൻറ്റുകൾക്ക് വേണ്ടിയിട്ടാണ്. ചിലപ്പം പ്രൊഡക്റ്റ് വലുതാവും, ചിലപ്പം പ്രൊഡക്റ്റ് ചെറുതാവും, സോളിഡായി മാറുമ്പോൾ ചിലപ്പോൾ മെഷീൻ ചെയ്തെടുക്കേണ്ടി വരും, ചിലപ്പോൾ ബെൻഡാവും, സോളിഡാവും. അപ്പോൾ അതൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന ചില ഒരു അഡ്ജസ്റ്റ്മെൻ്റാണ് എന്ത്, പാറ്റേൺ അലവൻസ്. അടുത്ത ക്വസ്റ്റ്യൻ, ഡിഫൈൻ ഗ്രീൻ സാൻഡ്. ഗ്രീൻ സാൻഡ് എന്താണെന്ന്. അപ്പോൾ വിവിധ തരത്തിലുള്ള സാൻഡുകളെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ആ ഭാഗത്ത് തന്നെ പഠിച്ചിട്ടുണ്ട്. വിവിധ തരത്തിലുള്ള സാൻഡുകളെ കുറിച്ചിട്ട്. സാൻഡ് ഇതാ കണ്ടില്ലേ, ടൈപ്സ് ഓഫ് മോൾഡിങ് സാൻഡ്. ടൈപ്സ് ഓഫ് മോൾഡിങ് സാൻഡ് പറഞ്ഞൊരു ഭാഗമുണ്ട്. ആ ഭാഗത്ത് ഗ്രീൻ സാൻഡ്, ഡ്രൈ സാൻഡ്, ലോം സാൻഡ്, ഫേസിങ് സാൻഡ്, പാർട്ടി സാൻഡ് തുടങ്ങിയ വിവിധ സാൻഡുകളെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലെ ഗ്രീൻ സാൻഡ് എന്താണെന്നുള്ള കാര്യമാണ് അവിടെ നിങ്ങൾ എഴുതി കൊടുക്കേണ്ടത്. അതേപോലെ തന്നെ 8ാമത്തെ ക്വസ്റ്റ്യൻ, ലോം സാൻഡ്. അതും ആ കാറ്റഗറി വരുന്ന തന്നെയാണ്. ലോം സാൻഡ് എന്താണ്. പിന്നെ ലിസ്റ്റ് എനി 4 കാസ്റ്റിംഗ് ഡിഫക്റ്റ്. 9ാമത്തെ ക്വസ്റ്റ്യൻ, ഏതെങ്കിലും 4 കാസ്റ്റിംഗ് ഡിഫക്റ്റുകൾ ലിസ്റ്റ് ചെയ്യാനാണ് പറഞ്ഞത്. ലിസ്റ്റാണ്, എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞിട്ടില്ല, ജസ്റ്റ് ലിസ്റ്റ് ചെയ്യാനേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ
കാസ്റ്റിംഗ് ഡിഫക്റ്റ് പറഞ്ഞ ഭാഗത്ത്, സോ കാസ്റ്റിംഗ് ഡിഫക്റ്റ് എന്ന് പറയുന്ന ഒരു ഭാഗത്ത് കുറേ കാസ്റ്റിൻ്റെ കുറച്ച് ഡിഫക്റ്റുകളെ കുറിച്ച് പഠിച്ചിരുന്നു. ബ്ലോ ഹോൾസ്, പിൻ ഹോൾസ്, മിശ്രൺ, ഷിഫ്റ്റ് തുടങ്ങിയുള്ള കാര്യങ്ങൾ. ഇതൊക്കെ എന്താണെന്നുള്ള കാര്യം വിശദമായിട്ട് യൂട്യൂബിൽ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും കേൾക്കുക. അപ്പോൾ അത് ഏതെങ്കിലും 4 ലിസ്റ്റ് ചെയ്യാനാണ് പറഞ്ഞത്. അപ്പോൾ ഏതെങ്കിലും 4 പേര് എഴുതി കൊടുക്കുക. ഏറ്റവും നല്ലത് ഇതേപോലെ നിങ്ങൾ ശരിക്ക് എക്സാമിനൊക്കെ മാർക്ക് ഫുള്ളായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാമെന്നറിയോ, ഈ ഒരു 4 ഫിഗറാണ് ജസ്റ്റ് വരച്ചു കൊടുക്കുക. എന്നിട്ട് താഴത്ത് അതിൻ്റെ പേരും കൂടി എഴുതുക. പിന്നെ ഹോൾസ്, മിശ്രൺ, ഷിഫ്റ്റ് ഓർ മിസ് മാച്ച് ആണെങ്കിൽ എഴുതി കൊടുക്കുക. അപ്പം നല്ലൊരു ഒരു ഇമ്പ്രഷൻ നിങ്ങളുടെ പേപ്പർ നോക്കുന്നതൊക്കെ ഉണ്ടാവും. ഓക്കെ, ആ രീതിയിലാണ് എക്സാം എഴുതുക. അടുത്ത ക്വസ്റ്റ്യൻ, ലിസ്റ്റ് എനി അത് കഴിഞ്ഞു 10ാമത്തെ ക്വസ്റ്റ്യൻ, ലിസ്റ്റ് എനി ഫോർ പാറ്റേൺ അലവൻസ്. ഏതെങ്കിലും 4 പാറ്റേൺ അലവൻസിനെ കുറിച്ചിട്ട് എഴുതുക, ലിസ്റ്റ് ചെയ്യുക. അതും ലിസ്റ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അത് ഫിഗർ വരക്കണമെന്നൊന്നുമില്ല. അതും പാറ്റേൺ അലവൻസ് എന്ന് പറഞ്ഞ ഒരു ഭാഗത്ത് ഉണ്ടല്ലോ. പാറ്റേൺ അലവൻസ് ഏതായിരുന്നു? ശ്രിങ്കേജ് അലവൻസ്. ഇപ്പോൾ കുറച്ച് മുമ്പ് നോക്കിയില്ലേ, ശ്രിങ്കേജ് അലവൻസ്, ടാപ്പർ അലവൻസ്, പിന്നെ മെഷീനിങ് അലവൻസ്, അങ്ങനെ തുടങ്ങി കുറച്ച് അലവൻസുകളെ കുറിച്ചിട്ട് ആ മൊഡ്യൂളിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ മൊഡ്യൂളിൽ നോക്കിയിട്ട് പഠിക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് കാസ്റ്റേൺ. കാസ്റ്റേൺ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് മൊഡ്യൂളിലെ ഏറ്റവും ലാസ്റ്റ് ഭാഗത്തുണ്ട്. എന്താണ് കാസ്റ്റേൺ? മൊഡ്യൂളിലെ ലാസ്റ്റ് ഭാഗത്ത് കാണാൻ പറ്റും. കാസ്റ്റേൺ എന്താ അവിടെ കൊടുത്തിട്ടുണ്ട്. കാസ്റ്റേണും കൊടുത്തിട്ടുണ്ട്, അതേപോലെ ഏതെല്ലാം ടൈപ്പ് കാസ്റ്റേൺ ഉണ്ട് എന്നും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കാസ്റ്റേൺ എന്താണെന്ന് ഇവിടെ ചോദിച്ചിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ ഈ ഡെഫിനിഷൻ മാത്രം എഴുതിയാൽ മതി 2 മാർക്കിന്. ഇനി വേറെ 6 മാർക്കിനൊക്കെ ചോദിക്കുകയാണ്, ടൈപ്സ് ഓഫ് കാസ്റ്റേൺ ഒക്കെ ചോദിക്കുമ്പോൾ ഈ ഡെഫിനിഷൻ എഴുതണം, അതിൻ്റെ കൂടെ ഈ ബോക്സ് ഒക്കെ വരക്കണം. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ 6 മാർക്കിന് ചോദിക്കുമ്പോൾ എഴുതണം. 6 മാർക്കിനാണെങ്കിൽ 2 മാർക്കിനായതുകൊണ്ട് ഇപ്പോൾ എന്താണ് കാസ്റ്റേൺ എന്ന് ചോദിച്ചിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു ഡെഫിനിഷൻ മാത്രം എഴുതിയാൽ മതി. ഇത്രയാണ് ആ 2 മാർക്ക് ക്വസ്റ്റ്യൻ ഉള്ളത്. ഇനി 6 മാർക്ക് ക്വസ്റ്റ്യനാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൽ എക്സ്പ്ലെയിൻ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പാറ്റേൺ മെറ്റീരിയൽസ് വിത്ത് മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ്. വിവിധ തരത്തിലുള്ള പാറ്റേൺ മെറ്റീരിയലുകൾ എഴുതാനാണ് ചോദിച്ചിട്ടുള്ളത്. വിത്ത് മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്. മെറിറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഗുണങ്ങൾ അല്ലെങ്കിൽ അഡ്വാൻറ്റേജസ് എന്ന് പറയും. ഡിമെറിറ്റ് പറയുമ്പോൾ അതിൻ്റെ ദോഷങ്ങൾ എന്തൊക്കെയാണ്, അതിൻ്റെ പോരായ്മകൾ, അല്ലെങ്കിൽ അതിൻ്റെ വേറെ പേരാണ് ഡിസഡ്വാൻറ്റേജസ്. ഓക്കെ, അപ്പോൾ നേരത്തെ പറഞ്ഞില്ലേ വുഡ്, ഏതൊക്കെയാണ് പാറ്റേൺ മെറ്റീരിയൽ? വുഡ്, മെറ്റൽ, പ്ലാസ്റ്റിക് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നേരത്തെ പറഞ്ഞു. അപ്പോൾ അതാണ് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് ഇവിടെ. എന്താണ് വുഡ് അല്ലെങ്കിൽ മെറ്റൽ അത് മാത്രം എഴുതി കൊടുത്താൽ പോരാ, മറിച്ച് ആ നോട്ട് കംപ്ലീറ്റ് ആയിട്ട് അത് എഴുതണം. കാരണം 6 മാർക്കിനാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ 2 മാർക്കിന് എഴുതിയ പോലെ എഴുതിയിട്ട് കാര്യമില്ല. സോ എങ്ങനെയാണോ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് ആ രീതിക്ക് വേണം, എത്ര മാർക്കിനാണോ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് ആ രീതിക്ക് വേണം എഴുതാൻ. ഇവിടെ ഇപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞ പാറ്റേൺ മെറ്റീരിയലുകളാണ്. ആ പാറ്റേൺ മെറ്റീരിയലുകളാണ് ഇവിടുന്ന് മുതൽ തുടങ്ങുന്നത്. പാറ്റേൺ മെറ്റീരിയൽസ് അങ്ങനെ തുടങ്ങിയിട്ട് വുഡ്, മെറ്റൽ, അതേപോലെ പ്ലാസ്റ്റിക് തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 6 മാർക്കും ചോദിക്കുമ്പോൾ ഈ ഒരു ഇത്രയും വാക്സ് വരെ നിങ്ങൾ എഴുതി കൊടുക്കണം. ഓക്കെ, അറ്റ്ലീസ്റ്റ് 4 എഴുതണം. വുഡ്, മെറ്റൽ, പ്ലാസ്റ്റിക്, വാക്സ്, ഇങ്ങനെ 5 ഉണ്ട് നിങ്ങളെ നോട്ടിൽ. ഒരു 4 എഴുതുന്നത് നല്ലതാണ്. എഴുതണം 6 മാർക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ കേട്ടോ. പിന്നെ എക്സ്പ്ലെയിൻ ദ ഫോളോയിങ് പാറ്റേൺ അലവൻസ് വിത്ത് നീറ്റ് സ്കെച്ച്. നീറ്റ് സ്കെച്ചോടുകൂടി
താഴെ പറയുന്ന 3 അലവൻസുകൾ എക്സ്പ്ലെയിൻ ചെയ്യുക. ടാപ്പർ അലവൻസ്, ഡിസ്റ്റോർഷൻ അലവൻസ്, ഷ്രിങ്കേജ് അലവൻസ്. ഈ 3 അലവൻസുകൾ എക്സ്പ്ലെയിൻ ചെയ്യാനാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് വിത്ത് എ നീറ്റ് സ്കെച്ച് എന്ന് ചോദിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ അലവൻസ് എന്ന് പറഞ്ഞ ഭാഗത്ത് ഓരോ അലവൻസുകൾ കൊടുത്തിട്ടുണ്ട്. അലവൻസിൻ്റെ ഫിഗറും കൊടുത്തിട്ടുണ്ട് ഇവിടെ കണ്ടോ. അപ്പോൾ ഇത് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എന്താണ് നീറ്റ് ഫിഗർ വരക്കണം. നീറ്റ് ഫിഗറായിരിക്കണം വരയ്ക്കേണ്ടത്. നീറ്റ് ഫിഗർ വരക്കണം. അതേപോലെ ശ്രദ്ധിക്കേണ്ട കാര്യം ചെറിയ ഫിഗറൊന്നും വരയ്ക്കരുത്. അത്യാവശ്യം കാണാൻ പറ്റുന്ന വലിയ ഒരു ഫിഗർ തന്നെ വരക്കണം. അതേപോലെ ലാർജ് ഫിഗർ തന്നെ വരക്കണം, കാണാൻ പറ്റുന്ന കോലത്തിലുള്ള. പിന്നെ ശ്രദ്ധിക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് പാർട്സ് അടയാളപ്പെടുത്തണം. ഒരു ഫിഗർ നീറ്റായിട്ട് സ്കെയിലും പെൻസിലൊക്കെ ഉപയോഗിച്ച് വേണം വരയ്ക്കാൻ. എങ്ങനെയെങ്കിലും ഫ്രീ ഹാൻഡ് ഉപയോഗിച്ചിട്ട് വരയ്ക്കാൻ പാടില്ല. ഫ്രീ ഹാൻഡ് ഒരിക്കലും ഉപയോഗിക്കരുത്. സ്കെയിലും പെൻസിലൊക്കെ ഉപയോഗിച്ച് അല്ലെങ്കിൽ പെന്ന് ഉപയോഗിച്ചിട്ട് കൃത്യം നല്ല രീതിയിൽ വരയ്ക്കാം. സ്കെയിലും പെൻസിലും ഉപയോഗിച്ചാൽ മതി. പിന്നെ അതിനുശേഷം പാർട്സ് അടയാളപ്പെടുത്തണം. ചിത്രം നന്നായിട്ട് വരച്ചിട്ടുണ്ടാവും, പക്ഷേ പാർട്സ് ഒന്നും അടയാളപ്പെടുത്തിയിട്ടില്ലെങ്കിൽ മാർക്ക് കിട്ടുന്നതല്ല. ഓക്കെ, അപ്പോൾ ആ കാര്യം ശ്രദ്ധിക്കാം. ഈ വിഷയം എന്നല്ല, എല്ലാ വിഷയത്തിലും അങ്ങനെയാണ് കേട്ടോ. അടുത്തത് എക്സ്പ്ലെയിൻ എനി 6 കാസ്റ്റിംഗ് ഡിഫക്റ്റ് വിത്ത് നീറ്റ് സ്കെച്ച്. ആ നീറ്റ് സ്കെച്ചോട് കൂടിയിട്ട് ഏതെങ്കിലും 6 കാസ്റ്റിംഗ് ഡിഫക്റ്റുകൾ എക്സ്പ്ലെയിൻ ചെയ്യാനാണ് ചോദിച്ചിട്ടുള്ളത്. എക്സ്പ്ലെയിൻ എനി 6 കാസ്റ്റിംഗ് ഡിഫക്റ്റ് വിത്ത് നീറ്റ് സ്കെച്ച്. ഏതെങ്കിലും 6 കാസ്റ്റിംഗ് ഡിഫക്റ്റുകൾ. നമ്മൾ നേരത്തെ പറഞ്ഞു ഏതെല്ലാം കാസ്റ്റിംഗ് ഡിഫക്റ്റുകളാണുള്ളത് എന്ന്. അതിൻ്റെ എക്സ്പ്ലനേഷനും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ നോട്ടിൽ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും അതിൻ്റെ എക്സ്പ്ലനേഷൻ. ഓക്കെ, ഏതെങ്കിലും ഇഷ്ടമുള്ള ഇതാണ്. അടുത്തത് എക്സ്പ്ലെയിൻ ടൈപ്സ് ഓഫ് കാസ്റ്റ് ഏൺ. ഏതൊക്കെ ടൈപ്പ് കാസ്റ്റ് ചെയ്യണുണ്ട് അത് നേരത്തെ പറഞ്ഞു. ഏതെല്ലാം അത് പഠിക്കുക, എഴുതുക. അപ്പോൾ ഒന്ന് പഠിച്ചാൽ ചിലപ്പോൾ അതിന് തന്നെ 2 മാർക്കിൻ്റെ ചോദിക്കും. അങ്ങനെയൊക്കെയാണ് വരും കേട്ടോ. പിന്നെ എക്സ്പ്ലെയിൻ ഗ്രീൻ സാൻഡ് മോൾഡിങ്. അതിൻ്റെ നോട്ട് അതിൽ കൊടുത്തിട്ടുണ്ട് പ്രിൻറ്റിൽ. അതേപോലെ എക്സ്പ്ലെയിൻ പ്ലാസ്റ്റർ മോൾഡിങ്ങും നിങ്ങൾ പ്രിൻറ്റിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ജസ്റ്റ് വായിച്ച് ആ ക്ലാസ് കേൾക്കുക, എന്നിട്ട് അതിനെ കുറിച്ചിട്ട് എഴുതാം. അതൊക്കെ എന്ത് വേണം? ഇതൊക്കെ എക്സ്പ്ലെയിൻ ടൈപ്സ് ഓഫ് കാസ്റ്റ് ചെയ്യേണ്ട ടൈപ്പ്. ഇതിന് ഫിഗർ ഉണ്ടാവും അല്ലേ. ഡിഫക്റ്റാണ്, അതിന് ഫിഗർ നിങ്ങൾ കൊടുത്തിട്ടുണ്ട്. അത് നിർബന്ധമായിട്ട് വരക്കണം. 6 കാസ്റ്റിംഗ് ഡിഫക്റ്റും വരക്കണം, ഫിഗറും വരക്കണം. ടൈപ്സ് ഓഫ് കാസ്റ്റ് ചെയ്യണം ഏതൊക്കെയുണ്ടെന്ന് ചോദിച്ചാൽ അതിന് ഫിഗറൊന്നുമില്ല. പിന്നെ ഗ്രീൻ സാൻഡ് മോൾഡിങ് അത് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് ചോദിച്ചിട്ടുള്ളത്. അതിൽ ഫിഗർ ഉണ്ടായിരിക്കും. പിന്നെ എക്സ്പ്ലെയിൻ പ്ലാസ്റ്റർ മോൾഡിങ് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഒക്കെ ഫിഗർ പറഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഫിഗർ വരച്ചിരിക്കണം. ഫിഗർ ഉള്ളതിനൊക്കെ ഫിഗർ പറഞ്ഞിട്ടില്ലെങ്കിലും വരക്കണം. 6 മാർക്കും അതേപോലെ തന്നെ 9 മാർക്കും ക്വസ്റ്റ്യനൊക്കെ ഫിഗർ ചിലപ്പം വിത്ത് എ നീറ്റ് സ്കെച്ച് എക്സ്പ്ലെയിൻ അങ്ങനെ പറയണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ പറഞ്ഞിട്ടില്ലെങ്കിൽ 6 അല്ലെങ്കിൽ 9 മാർക്കിന് ക്വസ്റ്റ്യനാണെങ്കിൽ ഫിഗർ എന്താണ്? മസ്റ്റാണ് കേട്ടോ. ഫിഗർ നിർബന്ധമായിട്ട് കൃത്യമായിട്ട് വരക്കണം. അതേപോലെ അടുത്ത ക്വസ്റ്റ്യനാണ് എക്സ്പ്ലെയിൻ ഒറിസോണ്ടൽ സെൻട്രിഫ്യൂഗൽ കാസ്റ്റിംഗ് വിത്ത് നീറ്റ് സ്കെച്ച്. സെൻട്രിഫ്യൂഗൽ കാസ്റ്റിംഗ് പ്രോസസ്സാണ് നിങ്ങളോട് ചോദിച്ചിട്ടുള്ളത്. അത് വരക്കുക. അപ്പോൾ അത് ഇതിൽ കൊടുത്തിട്ടുണ്ട്. സെൻട്രിഫ്യൂഗൽ കാസ്റ്റിംഗ് എന്ന് പറഞ്ഞ ഭാഗത്ത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ലാസ്റ്റായിട്ട് 2 ടൈപ്പ് സെൻട്രിഫ്യൂഗൽ കാസ്റ്റിംഗ് ഉണ്ട്. ഒന്ന് വെർട്ടിക്കൽ സെൻട്രിഫ്യൂഗൽ കാസ്റ്റിംഗ് ഉണ്ട്, അതേപോലെ തന്നെ ഹൊറിസോണ്ടലുണ്ട്. അവിടെ ചോദിച്ചിട്ടുള്ള ഏതാണ്? ഹൊറിസോണ്ടലാണ് ചോദിച്ചിട്ടുള്ളത്. ഇനി അടുത്ത ക്വസ്റ്റ്യന് വെർട്ടിക്കൽ അല്ലെങ്കിൽ ഇതിൻ്റെ വേറൊരു പേരാണ് ട്രൂ സെൻട്രിഫ്യൂഗൽ കാസ്റ്റിംഗ്. ഓക്കെ, ക്ഷമിക്കണം. ഇതിൻ്റെ പേര് വെർട്ടിക്കൽ സെൻട്രിഫ്യൂഗൽ കാസ്റ്റിംഗ് ആണ്. പിന്നെ ഹൊറിസോണ്ടൽ സെൻട്രിഫ്യൂഗൽ കാസ്റ്റിങ്ങിന് 2 പേരുണ്ട്.
ഹൊറിസോണ്ടൽ അല്ലെങ്കിൽ ട്രൂ സെൻട്രിഫ്യൂഗൽ കാസ്റ്റിംഗ്. രണ്ട് രീതിയിലും വേണമെങ്കിൽ ചോദിക്കാം കേട്ടോ. അപ്പോൾ അതുകൊണ്ടൊന്നും മാറിപ്പോണ്ട. രണ്ടും ഒരേ പേരാണ്. ഹൊറിസോണ്ടലിൻ്റെ വേറൊരു പേരാണ് ട്രൂ സെൻട്രിഫ്യൂഗൽ കാസ്റ്റിംഗ്. സോ അതേപോലെ ഞാൻ അതിൽ തെറ്റിയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഹൊറിസോണ്ടൽ സെൻട്രിഫ്യൂഗൽ കാസ്റ്റിംഗ് ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. അടുത്ത ക്വസ്റ്റ്യനായിട്ട് ഇട്ടിട്ടുള്ളത് ട്രൂ സെൻട്രിഫ്യൂഗൽ കാസ്റ്റിംഗ് ആണ്. ആക്ച്വലി ഇത് രണ്ടും ഒന്ന് തന്നെയാണ്. ഹൊറിസോണ്ടൽ അല്ലെങ്കിൽ വേറെ പേരാണ് ട്രൂ. ശരിക്കും ഇവിടെ വരേണ്ടത് ഈ ട്രൂ എന്നുള്ളിടത്ത് വരേണ്ടത് വെർട്ടിക്കൽ എന്നായിരുന്നു. അത് തെറ്റിയതാണ് കേട്ടോ. എക്സ്പ്ലെയിൻ വെർട്ടിക്കൽ സെൻട്രിഫ്യൂഗൽ കാസ്റ്റിംഗ് പ്രോസസ് വിത്ത് നീറ്റ് സ്കെച്ച്. എന്നിട്ട് മറ്റേത് വരച്ചു കൊടുക്കുക. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ എനി 4 പ്രോപ്പർട്ടീസ് ഓഫ് മോൾഡിംഗ് സാൻഡ്. മോൾഡിംഗ് സാൻഡിൻ്റെ 4 പ്രോപ്പർട്ടികളാണ് ചോദിച്ചിട്ടുള്ളത്. അത് ഈ ഒരു മൊഡ്യൂളിൽ കൃത്യമായിട്ട് നിങ്ങൾ പ്രിൻറ്റിൽ കൊടുത്തിട്ടുണ്ട്. മോൾഡിംഗ് സാൻഡിൻ്റെ ഏതെല്ലാം പ്രോപ്പർട്ടികളാണ്, പ്രോപ്പർട്ടീസ് ഓഫ് മോൾഡിംഗ് സാൻഡ് 6 ഉണ്ട്. അപ്പോൾ ഏതെങ്കിലും ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ള എത്ര എണ്ണമാണെന്ന് വെച്ചാൽ അത് എഴുതാം. ഇവിടെ 4 ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ 4 എഴുതാം. ഓക്കെ, 4 കുറിച്ചിട്ട് കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇനിയുള്ളത് ഒരു 9 മാർക്ക് ക്വസ്റ്റ്യനാണ്. 9 മാർക്ക് ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ നല്ല മാർക്ക് വാങ്ങുകയാണ് ക്വസ്റ്റ്യൻസ് ആണ് എന്ത് ഈ 9 മാർക്ക് ക്വസ്റ്റ്യൻസ്. സോ അതിൽ എക്സ്പ്ലെയിൻ കാസ്റ്റ് ഡിഫക്റ്റ് വിത്ത് നീറ്റ് സ്കെച്ച്. നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. കാസ്റ്റ് ഡിഫക്റ്റുകൾ എക്സ്പ്ലെയിൻ ചെയ്യാനാണ് ചോദിച്ചിട്ടുള്ളത്. കാസ്റ്റ് ഡിഫക്ട്സ് എക്സ്പ്ലെയിൻ ചെയ്യാം. അത് ആ അപ്പോൾ കൃത്യമായിട്ട് ഇത് 9 മാർക്കിനാണ് എന്നുള്ള കാര്യം മൈൻഡിൽ വേണം. 9 മാർക്കിനാവുമ്പോൾ എത്ര എണ്ണോ ഒരു 9 എണ്ണമെങ്കിലും മിനിമം വേണം കേട്ടോ. 9 കാസ്റ്റ് ഡിഫക്റ്റിൽ വേണം. 6 മാർക്കിനായതുകൊണ്ട് അവിടെ ചോദിച്ചത് 4 എഴുതാനാണ്. അപ്പോൾ 6 മാർക്ക് കിട്ടും. ഇനി 6 മാർക്കിന് എത്ര എണ്ണം വേണമെന്നൊന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഒരു 6 എഴുതണം. പക്ഷെ ഇവിടെ 9 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. 9 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് തന്നെ ഒരു 9 എണ്ണം എഴുതണം. ഓക്കെ, ഒരു 9 എണ്ണം എഴുതൽ നിർബന്ധമാണ്. 9 മാർക്ക് ക്വസ്റ്റ്യൻ, 6 മാർക്കിന് 6 എണ്ണം. അപ്പോൾ അത് ഫിഗർ വേണം വിത്ത് നീറ്റ് സ്കെച്ച്. ചോദിച്ചാലും ചോദിച്ചിട്ടില്ലെങ്കിലും ഫിഗർ വരക്കണം. ഫിഗർ വേണം, അതേപോലെ തന്നെ എക്സ്പ്ലനേഷനും വേണം കേട്ടോ. നോട്ടും വേണം. പിന്നെ എക്സ്പ്ലെയിൻ വേരിയസ് പാറ്റേൺ അലവൻസസ് വിത്ത് നീറ്റ് സ്കെച്ച്. പാറ്റേൺ അലവൻസുകൾ ഏതൊക്കെയാണ് അതും നേരത്തെ മുന്നേ പറഞ്ഞു. അപ്പോൾ ഇവിടെ എക്സ്പ്ലനേഷനാണ്. 9 മാർക്കിനാണ്. 9 മാർക്കിനായതുകൊണ്ട് തന്നെ ഇതിൻ്റെ എക്സ്പ്ലനേഷനും മറ്റു കാര്യങ്ങളൊക്കെ വീഡിയോയിൽ കൃത്യമായിട്ട് പറഞ്ഞതാണ്. അത് ഡൗട്ടുള്ളവർ അവിടെ പോയിട്ട് എല്ലാ പാർട്ടും ആദ്യം കേൾക്കണം കേട്ടോ. എന്നിട്ട് ക്വസ്റ്റ്യന് നിങ്ങൾ നോക്കാം. അപ്പോൾ വിവിധ പാറ്റേൺ അലവൻസുകൾ അതേതൊക്കെയാണ്? മെഷീനിങ് അലവൻസ്, ടാപ്പർ അലവൻസ്, പിന്നെ ഡ്രാഫ്റ്റ് അലവൻസ്, അതുപോലെ ഷ്രിങ്കേജ് അലവൻസ്. അങ്ങനെ കുറച്ച് പാറ്റേൺ അലവൻസുകൾ പറഞ്ഞിട്ടുണ്ട്. അലവൻസുകൾ കൃത്യമായിട്ട് പഠിക്കാം. ദെൻ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ് എക്സ്പ്ലെയിൻ ഷെൽ മോൾഡിങ് വിത്ത് നീറ്റ് സ്കെച്ച്. ഷെല്ല് മോൾഡിങ് എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിച്ചിട്ടുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഇതിൽ കൃത്യമായിട്ട് അതിൻ്റെ എല്ലാ സ്റ്റെപ്പുകളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഷെൽ മോൾഡിങ്ങിൻ്റെ പ്രൊസീജിയർ എന്താണ്, അത് ഈ പ്രൊസീജിയർ ഇതേപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, എഴുതി കൊടുക്കണം. ഷെൽ മോൾഡിങ്ങിൻ്റെ ഓരോ സ്റ്റെപ്പുകളും 4 ഇവിടെ കൊടുത്തിട്ടുണ്ട്. എത്ര സ്റ്റെപ്പുണ്ട്? 5 സ്റ്റെപ്പുകളുണ്ട്. ആ 5 സ്റ്റെപ്പുകൾ കൃത്യമായിട്ട് ഈ 5 സ്റ്റെപ്പും ഇതേപോലെ തന്നെ ഇതേപോലെ വരച്ച് വെക്കണം കേട്ടോ. ഇതേപോലെ തന്നെ വരച്ച് വെക്കുക. അതേപോലെ ഈ പ്രൊസീജിയറൊക്കെ എഴുതണം. 5 സ്റ്റെപ്പിൻ്റെ പ്രൊസീജിയർ എന്താണെന്ന് എഴുതണം. അതുപോലെ ഈ ഫിഗർ കൃത്യമായിട്ട് വരക്കണം. ഇനി എക്സ്പ്ലെയിൻ ഹോട്ട് ചേമ്പർ ഡൈകാസ്റ്റിംഗ് പ്രോസസ് വിത്ത് നീറ്റ് സ്കെച്ച്. ഇതാണ് ഒരു ക്വസ്റ്റ്യന്. ഹോട്ട് ചേമ്പർ ഡൈകാസ്റ്റിംഗ് മെഷീനാണ് ചോദിച്ചിട്ടുള്ളത്. അത് ഈ മൊഡ്യൂളിൻ്റെ ലാസ്റ്റ് തന്നെ ഉണ്ട്.
ഹോട്ട് ചേമ്പർ ഡൈ കാസ്റ്റിംഗ് മെഷീൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഭാഗമുണ്ട്. അപ്പോൾ ഈ ഫിഗർ വരക്കണം. എല്ലാ പാർട്സൊന്നും വേണ്ടെങ്കിലും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്സുകൾ, ഇപ്പോൾ ഏതൊക്കെ ഇമ്പോർട്ടൻ്റ് പാർട്സുകൾ, ഈ മൂവബിൾ ഡൈ, ഫിക്സ്ഡ് ഡൈ, പിന്നെ ഇജക്ടർ പിന്ന്, നോസില്, പിന്നെ ഈ സിലിണ്ടർ, പിസ്റ്റണ്, അതേപോലെ ഈ മെൽറ്റിംഗ് പോട്ട്, പിന്നെ ഫർണസ്, ഈ തുടങ്ങിയുള്ള കാര്യം ഇതെങ്കിലും അറ്റ്ലീസ്റ്റ് അടയാളപ്പെടുത്തണം. പിന്നെ അതിൻ്റെ ഫിഗർ വരച്ചതിന് ശേഷം അതിൻ്റെ ചെറിയൊരു എക്സ്പ്ലനേഷനും കൊടുക്കണം. ഇവിടെ ഇതിലുള്ള കൊടുത്താൽ മതി. ഓക്കെ. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇതിൽ നിന്ന് വീഡിയോയിൽ ക്ലാസ്സിൽ വെച്ച് മനസ്സിലായിട്ടുള്ള പോയിൻ്റുകളുണ്ടാവും, നോട്ടുകളൊക്കെ, അതും കൂടി ഉൾപ്പെടുത്തണം. പിന്നെ ലാസ്റ്റ് ക്വസ്റ്റ്യനാണ് എക്സ്പ്ലെയിൻ കോൾഡ് ചേമ്പർ ഡൈ കാസ്റ്റിംഗ് മെഷീൻ വിത്ത് നീറ്റ് സ്കെച്ച്. അതും അതിൻ്റെ തൊട്ട് താഴെ തന്നെ ഉണ്ട്. കോൾഡ് ചേമ്പർ ഡൈ കാസ്റ്റിംഗ് മെഷീൻ, ഇതേപോലെ തന്നെ ഫിഗർ വരയ്ക്കുക, പാർട്സ് അടയാളപ്പെടുത്തുക. അതിൻ്റെ വീഡിയോ കണ്ടിട്ട് അതിൻ്റെ നോട്ട്, നിങ്ങളുണ്ടാക്കിയ നോട്ട് ഉണ്ടായിരിക്കും, ലെക്ചർ നോട്ട്, അതിൽ എഴുതി കൊടുക്കണം. ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു പാർട്ടിൽ റിവിഷൻ, ഒന്നാമത്തെ മൊഡ്യൂളിൻ്റെ ഒരു റിവിഷൻ, അല്ലെങ്കിൽ അതുപോലെ ക്വസ്റ്റ്യൻ പേപ്പർ, വിവിധ തരത്തിലുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ അതിൽ നിങ്ങളോട് ഇവിടെ ചർച്ച ചെയ്യാനുള്ളത്. അപ്പോൾ അത് വീഡിയോസ് എല്ലാ പാർട്ടും കൃത്യമായിട്ട് കണ്ടതിന് ശേഷം ക്വസ്റ്റ്യന് ആൻസർ ചെയ്ത് നോക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു.